അഞ്ജു, ഒടുവിൽ അങ്ങനെ ഫിഷറീസ് വകുപ്പ് മന്ത്രി എത്തിയിരിക്കുകയാണ്. 11 ദിവസം വേണ്ടി വന്നു മന്ത്രിക്ക് ഈ ജോണിന്റെ കുടുംബത്തെ ഒന്ന് സന്ദർശിക്കാൻ. അതേ വന്തിക, അങ്ങനെ തന്നെയാണ്. 11 ദിവസത്തിന് ശേഷമാണ് ഫിഷറീസ് വകുപ്പ് മന്ത്രി ഈ വീട്ടിലേക്ക് എത്തുന്നത്. ജോണിന്റെ വീട്ടിലേക്ക് എത്തി ഈ മക്കളെയും ഭാര്യയെയും അടക്കം കണ്ട് സംസാരിക്കുന്നത് 11 ദിവസത്തിന് ശേഷമാണ്. അത് തന്നെയാണ് അതിലവർക്ക് ഇപ്പോഴും മന്ത്രി വന്ന സമയത്ത് തന്നെ അവർ പ്രതിഷേധം അറിയിക്കുകയുണ്ടായി. അവർ എല്ലാ കാര്യങ്ങളും പറയുകയുണ്ടായി. ഈ അച്ഛനെ രക്ഷിക്കേണ്ട ഗോൾഡൻ ഹവേഴ്സ് ഉണ്ടായിരുന്നു, സുവർണ അപകടത്തിൽപ്പെട്ട ആ റെസ്ക്യൂ ടൈം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ പോയി അച്ഛൻ്റെ കൂടെ പോയി തിരിച്ചു വന്ന കുറച്ച് മത്സ്യപ്രവർത്തകരുണ്ടായിരുന്നു അപകടത്തിൽപ്പെട്ട്. അപ്പോൾ അവർ പറഞ്ഞ ആ ഒരു സമയത്ത് പോയി രക്ഷിച്ചിരുന്നെങ്കിൽ തങ്ങളുടെ പപ്പയെ തിരിച്ച് അന്ന് തന്നെ എത്തിക്കാൻ കഴിയുമായിരുന്നു എന്നിവർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ഒരു റെസ്ക്യൂ പ്രവർത്തനങ്ങളോ രക്ഷാപ്രവർത്തനങ്ങളോ ഒന്നും നടന്നില്ല. അതിൽ അവർക്ക് വലിയ അമർഷമുണ്ട്. അതിന് ഈ ഫിഷറീസ് വകുപ്പാണ് ഏറ്റവും കാരണക്കാരെന്ന് പറയുന്നത്. കാരണം ആ സമയത്ത് ഫിഷറീസ് വകുപ്പ് മന്ത്രിയോ കാര്യങ്ങളൊന്നും ഏകോപിപ്പിച്ചില്ല, കൃത്യമായിട്ടുള്ള നടപടികൾ എടുത്തില്ല. അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം ഒന്നും നടക്കാതെ പോയത്. അതിൽ അവർക്ക് വലിയ സങ്കടമുണ്ട്, പ്രതിഷേധമുണ്ട്. അതെല്ലാം അവർ മന്ത്രിയോട് പറയുകയുണ്ടായി. മന്ത്രിക്കൊപ്പം ആഭ്യന്തരമന്ത്രി കൂടി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രിയും അതുപോലെ സ്ഥലം MLA ആയിട്ടുള്ള M. വിൻസെന്റും എത്തിയിട്ടുണ്ടായിരുന്നു. ഈ കുടുംബം മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിച്ചതെന്ന് പറയുന്നത് രാമേശ്വരത്തേക്ക് തെരച്ചിൽ നീട്ടണമെന്നുള്ള കാര്യമാണ്. ആ കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യം മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം ആഭ്യന്തരമന്ത്രിക്കും ഫിഷറീസ് വകുപ്പ് മന്ത്രിക്കും മുൻപിൽ ഇവർ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തങ്ങളുടെ സമുദായത്തെ അല്ലെങ്കിൽ തീരദേശ മേഖലയെ ഒന്നാകെ അവഹേളിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പരാമർശങ്ങളുണ്ടായി. അതിൽ വലിയ വേദന അവർക്കുണ്ട്. ആ വേദന അവർ തുറന്നു കാട്ടുകയുണ്ടായി. മകൾ ജിജി തന്നെയാണ് അക്കാര്യം മന്ത്രിയോട് വ്യക്തമാക്കിയത്. അതിൽ തങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട്. ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുന്നത് ആ പരാമർശം പിൻവലിച്ചുകൊണ്ട് തീരദേശ മേഖലയോട് ഒന്നാകെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മാപ്പ് പറയണമെന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും ഈ കുടുംബം ഉറച്ചു നിൽക്കുന്നത്. നമ്മൾ ഈ മകളോട് ചോദിക്കുമ്പോഴും മകൾ അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ആ ഒരു ചോദ്യത്തിൽ ആ ഒരു തീരദേശ മേഖലയെ ഒന്നാകെ അവഹേളിച്ച മറുപടിയിൽ ഒരു മാപ്പ് പറയണം എന്നുള്ള കാര്യം? അങ്ങനെ തന്നെയാണ് ആ കുടുംബത്തിൻ്റെയും ആവശ്യം. മാപ്പ് പറയണം, പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെ ആവശ്യം. എന്തായാലും 11 ദിവസത്തിന് ശേഷം ഇവിടെ ഈ വീട്ടിലേക്ക് കടന്നു വരാനാണ് ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രമിച്ചത്. കൂടെ ആഭ്യന്തരമന്ത്രിയും ഉണ്ടായിരുന്നു. പക്ഷേ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ആ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് 11 ദിവസമായി ഇതുവരെയും അവർ അച്ഛൻ എവിടെയാണെന്നോ അല്ലെങ്കിൽ ആ ഉൾക്കടലിൽ പോയ തെരച്ചിലിൻ്റെ കാര്യങ്ങളൊന്നും കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ ഫിഷറീസ് വകുപ്പ് മന്ത്രിക്കോ മറ്റോ ആർക്കും കഴിയുന്നില്ല. അവരും ഇവിടെ വന്ന് തെരച്ചിലിൻ്റെ ഇനിയുള്ള നടപടികളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയ പ്രതിഷേധം അവർക്കുണ്ട്. ആ പ്രതിഷേധമൊക്കെ അവർ അറിയിച്ചിട്ടുണ്ട്. ഇനി തുടർന്ന് അഞ്ചുതെങ്ങിൽ മുതലപ്പുഴയിലേക്കാണ് ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയും പോവുക. അവിടുന്ന് കാണാതെ പോയിട്ടുള്ള ഷിജിലിനെ കാണാതായിട്ടും 11 ദിവസം തന്നെ ആയിട്ടുണ്ട്. മന്ത്രിമാരിനി അങ്ങോട്ടാണ് പോവുക. അവിടെയും ഇതേ അവസ്ഥ തന്നെയാണ്. കാരണം ഇന്ന് സ്കൂബ ടീമിൻ്റെ നേതൃത്വത്തിൽ ഒരു തിരച്ചിൽ അവിടെ നടക്കുമെന്ന് പറഞ്ഞു. പക്ഷേ യാതൊരു തരത്തിലുള്ള തിരച്ചിലും രാവിലെ മുതൽ നമ്മൾ അവിടെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു തിരച്ചിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നേവിയുടെ സഹായം തേടിയിരുന്നു. നേവി കഴിഞ്ഞ ദിവസം നേവിയുടെ കപ്പൽ അവിടെ എത്തിയിരുന്നു. പക്ഷേ കടൽ ശോഭിച്ചു കിടക്കുന്ന ഒരു സമയമായതുകൊണ്ട് സ്കൂബ ഡൈവേഴ്സിന് അവിടെ ഇറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ തന്നെ ആ ഒരു കപ്പൽ തിരിച്ച് നീണ്ടകരയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു. അത്തരത്തിൽ അവിടെയും രക്ഷാപ്രവർത്തനം ശരിയായ രീതിയിൽ ഇപ്പോഴും നടക്കാത്ത അല്ലെങ്കിൽ തിരച്ചിൽ ശരിയായ രീതിയിൽ നടക്കാത്ത ഒരു രീതിയാണ്. ഈ ജോണിന്റെ കുടുംബത്തെ സംബന്ധിച്ചോളം ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇവരുടെ ആവശ്യപ്രകാരമുള്ള രാമേശ്വരത്ത് ഭാഗത്ത് നടത്തേണ്ട സെർച്ചിനെ പറ്റിയിട്ട് അവർ തുടർ നടപടികൾ എടുക്കാമെന്നും അല്ലെങ്കിൽ ഓർഡറുകൾ അതിന്റെ വഴികൾ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മന്ത്രിമാർ ഇവിടെ വന്ന് പറഞ്ഞത്. എന്തായാലും മക്കൾക്ക് അവരുടെ പ്രതിഷേധം അവരെ അറിയിച്ചിട്ടുണ്ട്. തീരദേശ മേഖലയെ ഒന്നാകെ അവഹേളിച്ചതിലുള്ള പ്രതിഷേധം അവരെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ അച്ഛനെ അല്ലെ അവരുടെ പപ്പയെ രക്ഷിക്കേണ്ട ഗോൾഡൻ അവേഴ്സിൽ തിരച്ചിൽ നടത്താത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. അതും അവർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്കും വലിയ വിമർശനങ്ങൾക്കും ഒടുവിലാണ് മന്ത്രി ഫിഷറീസ് മന്ത്രിയായിട്ടുള്ള VA അബ്ദുൾ ഗഫൂർ ഇവിടെ വന്നത്. മക്കളോടും അതുപോലെ തന്നെ കുടുംബത്തിനോടും സംസാരിച്ചു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകർ ചോദിച്ചതാണ്, മുഖ്യമന്ത്രി ഇവിടേക്ക് വരേണ്ട ഒരു ആവശ്യം, നിങ്ങൾ മുഖ്യമന്ത്രി ഇങ്ങോട്ട് വരണം എന്നെന്തെങ്കിലും ആവശ്യം നിങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടികൾ പറയുന്നൊരു മറുപടിയുണ്ട്. തങ്ങൾക്ക് അങ്ങനെ ആരും ഇങ്ങോട്ട് വരണമെന്നൊന്നുമില്ല, തങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട, പകരം തങ്ങളുടെ അച്ഛനെ കണ്ടെത്തി തരാനുള്ള തിരച്ചിലൊന്ന് ഊർജിതമാക്കിയാൽ മതി, അല്ലെങ്കിൽ ഏകോപിപ്പിച്ചാൽ മാത്രം മതി എന്നാണ് അവരുടെ ആവശ്യം. അത്തരത്തിൽ അവർ അത്രയും വിഷമത്തിൽ തന്നെയാണ്. അവരുടെ അച്ഛന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും എങ്ങും എത്താത്തതിൽ വലിയ പ്രതിഷേധം തന്നെയാണ്. 11ാം ദിവസമാണെന്നുള്ള കാര്യം നമ്മൾ ഒന്നും കൂടി ഓർക്കണം അമന്തിക.